ദിവസം ചോദിക്കും മറന്നു പോരുത്. എന്താ ദിവസം? വെള്ളിയാഴ്ച. സ്വപ്നങ്ങൾ വിശുദ്ധ പറവകളാണ്. മൂല്യവത്തായ ചിറകടിയൊച്ചകൾ കാഴ്ചയിലെ നന്മകളിലേക്ക്, ജീവന്റെ വെല്ലുവിളികളിലേക്ക് ലോകത്തെ നയിക്കുന്ന വിശുദ്ധ ഹൃദയങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ പഞ്ചായത്തിൽ ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ കീഴിൽ നിലകൊള്ളുന്ന കാരുണ്യതീരം ക്യാമ്പസ് ഒരു ഗ്രാമത്തിലെ വേറിട്ട് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെയും അവരുടെ നല്ല മനസ്സിൻ്റെ കാരുണ്യത്തിൻ്റെ വിളക്കുകൾ കെടാതെ സൂക്ഷിക്കുന്ന നാട്ടുകാരുടെയും വിദേശ മലയാളികളുടെയും നന്മയുടെ ഭൂമികയാണ് കാരുണ്യതീരം. ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടികൾക്ക് ഇവിടെ വിദ്യാഭ്യാസവും കലാകായിക രംഗങ്ങളിൽ പരിശീലനവും പരിചരണവും നൽകുന്നു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് തൊഴിൽ പരിശീലനവും ഇവിടെ നൽകുന്നു. പരിചരണം, ഫിസിയോതെറാപ്പി, പ്ലേ തെറാപ്പി, ഭക്ഷണം, സ്കൂളിൽ വരാനും തിരിച്ചു പോകാനുമുള്ള യാത്രാ സൗകര്യം എന്നിവ തികച്ചും സൗജന്യമായി ഹെൽത്ത് കെയർ ഫൗണ്ടേഷനിൽ നിന്ന് ലഭിക്കുന്നു. അലങ്കാരങ്ങൾ ഏതുമില്ലാത്ത സ്നേഹവും കാരുണ്യവും ആദ്യന്തം അതിൻ്റെ ഭാഗമാവാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പാഠ്യപദ്ധതിയിൽ പരിശീലനം ലഭിച്ച ആത്മസമർപ്പണ ബോധമുള്ള അധ്യാപകരുടെ കീഴിലാണ് ഇവരുടെ പഠനം. സാമാന്യ ധാരണകൾക്കപ്പുറത്ത് വ്യത്യസ്ത കഴിവുകളുള്ള ഈ കുട്ടികളെ അറിവിൻ്റെയും കലകളുടെയും പങ്കാളിത്തത്തിൻ്റെയും ആനന്ദത്തിലേക്ക് അവർ കൈപിടിച്ച് നടത്തുന്നു. നിസ്വാർത്ഥതയോടെയും സമർപ്പണത്തോടെയും സമൂഹത്തിലിടപെട്ട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും ബാധ്യതയായി ഏറ്റെടുക്കുക എന്നത് ജീവിത ദൗത്യമായി, ജീവിതവ്രതമായി സ്വീകരിച്ച ജീവകാരുണ്യ പ്രവർത്തകരാണ് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നത്. ബ്ലഡ് ഡൊണേഷൻ, നിർധന രോഗികൾക്ക് വാട്ടർ ബെഡ്, വീൽചെയർ, സ്ട്രെച്ചർ തുടങ്ങി മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം, നിരാലംബർക്ക് വീട്ടിൽ ചെന്നുള്ള പരിചരണം തുടങ്ങി നിരവധി റിലീഫ് പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട്. കനിവിൻ്റെ ഈ പ്രവൃത്തി പഥത്തിൽ ഫൗണ്ടേഷന് മികച്ച രക്തദാന പ്രവർത്തനത്തിനുള്ള ജില്ലാ അവാർഡ് ലഭിച്ചു. യുവജനക്ഷേമ ബോർഡിൻ്റെ സംസ്ഥാന യൂത്ത് അവാർഡ്, നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് അവാർഡ്, റോട്ടറി ഇന്റർനാഷണൽ പേഴ്സണൽ എക്സലൻസി അവാർഡ് തുടങ്ങിയ ബഹുമതികൾ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ശ്രീമാൻ CKA ഷമീർ ബാബയെ തേടിയെത്തിയത് മികവിൻ്റെ അംഗീകാരമാണെന്നതിൽ സംശയമില്ല. അറിയപ്പെടുന്നവരുമല്ലാത്തവരുമായ മനുഷ്യസ്നേഹികൾ നൽകുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ സംഘടനയ്ക്ക് ആഴത്തിൽ വേരുകളും ഉയരത്തിൽ തണലും നൽകുന്നു.
കാരുണ്യതീരം ക്യാമ്പസിൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഇന്നില്ല. ആധുനിക സൗകര്യത്തോടെ സ്പെഷ്യൽ സ്കൂളും തൊഴിൽ പരിശീലന സൗകര്യവും തൊഴിൽ കേന്ദ്രവും ഹോസ്റ്റൽ സൗകര്യവും കമ്മ്യൂണിറ്റി കോട്ടേജും നിർമ്മിക്കുക എന്നത് ക്യാമ്പസിൻ്റെ സ്വപ്നമാണ്. ഉദ്ദേശം 3.5 കോടി രൂപ ചെലവ് ചെയ്ത് 2015 കാരുണ്യതീരം ക്യാമ്പസ് പൂർത്തീകരിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആഗ്രഹം. സമയത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും അഭാവത്തിൽ ബുദ്ധിപരവും ശാരീരികവുമായ വൈകല്യമുള്ളവർ ഒരു കുടുംബത്തിന്, സമൂഹത്തിന് ഭാരമാകുന്നിടത്താണ്, ബാധ്യതയാകുന്നിടത്താണ് ദയാവായ്പിൻ്റെ അപാരമായ തീരങ്ങളിലേക്ക് കാരുണ്യതീരം ഈ കുട്ടികളെ വഴി നടത്തി മാതൃക കാട്ടുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞത്. ഡെലിവറീൻ്റെ സമയത്ത് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല കുട്ടി, നല്ല വലിപ്പവും തൂക്കവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു മെലിഞ്ഞ മാതിരി തോന്നി. പിന്നെ കവന്നു വീഴുന്ന ഇതൊക്കെ കുറേ താമസിച്ചിട്ട് വന്ന് അപ്പോൾ ഡോക്ടറെ കാണിച്ചു. പിന്നെ കുറേ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു. മെഡിക്കൽ കോളേജിൽ ഒരുപാട് ഡോക്ടറെ കാണിച്ച് പിന്നെ ബാംഗ്ലൂർ കൊണ്ടുപോയി. ബാംഗ്ലൂർ കൊണ്ടുപോകുമ്പോൾ ഒരു 10-12 വയസ്സുണ്ടാവും. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇനിയിപ്പം ഇത് പ്രസവത്തിലുള്ളതാണ്, ജന്മനാനുള്ള തകരാറാണ്, നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല. പിന്നെ പൂനൂർ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തി. ഒന്നതിന് ശേഷം മറ്റൊരു മൂഡ് ഔട്ടായിരുന്നു ആദ്യം. സ്കൂൾ പോയി തുടങ്ങിയതിന് ശേഷം കുറച്ച് ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ കഴിവ്, പിന്നെ ചിത്രം വരയ്ക്കും, എംബ്രോയിഡറി വർക്ക് ചെയ്യും, സ്റ്റിച്ചിങ്ങും ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യും. സ്കൂൾ പോകാൻ വളരെ താല്പര്യമാണ്. പിന്നെ ഒരു 8-8:30 പോയിട്ടുണ്ടെങ്കിൽ ഒരു 3:45, 4 മണിയാകുമ്പോഴേക്ക് തിരിച്ചെത്തും. പിന്നെ സ്കൂൾ പോകാൻ വളരെ താല്പര്യം. ഒരു ദിവസം അഥവാ വല്ല ലീവ് ഉണ്ടെങ്കിലും ഒക്കെ ഭയങ്കര മൂഡ് ഔട്ടാണ്. സ്കൂൾ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ അത്യാവശ്യം ജോലിയൊക്കെ ഇവിടെ ചെയ്യും. അവളെ അത്യാവശ്യം ചെയ്യും. വീട്ടിലുള്ള ചെറിയ അടിച്ചു വരിക, തുടയ്ക്കുക, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഒക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പോകും. പിന്നെ ഓർമ്മശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യത്തിൽ വളരെ നല്ല ബ്രെയിനാണ്. പിന്നെ സ്കൂളിൽ നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. പിന്നെ അവർക്ക് നല്ല ടീച്ചേഴ്സും ഒക്കെ വളരെ നന്നായിട്ട്, പിന്നെ വാഹന സൗകര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും വലിയ വിഷമമൊന്നുമില്ല. ബസ് സർവീസ് ഉണ്ടാവും. അവരൊക്കെ വളരെ ഇതായിട്ടാണ് പെരുമാറുന്നത്. ജാതി, മത, വർഗ, രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഒരു പറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ് ഞങ്ങളുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടനക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത്. കാരുണ്യതീരം എന്ന ഒരു വലിയ സ്വപ്നമാണ് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. മാനസിക ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളെ, അവർക്കുള്ള വിദ്യാഭ്യാസം, പരിചരണം, അവരെ റീഹാബിലിറ്റേഷൻ, തുടർന്ന് അവർക്ക് പറ്റിയ തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ എന്നിവ നൽകുക എന്നുള്ളതാണ് ഈ കാരുണ്യതീരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിലും പുറം നാട്ടിലുമുള്ള ഒട്ടനവധി മനുഷ്യസ്നേഹികളാണ് ഇതിനു വേണ്ടി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ചിരിയുടെ നിലവറകളിലേക്ക് ഇവരെ നയിക്കാൻ കനിവിൻ്റെ കരങ്ങൾ നമുക്ക് കോർക്കാം. കാരുണ്യതീരത്തിൻ്റെ പൂർത്തീകരണത്തിന് നമുക്ക് പങ്കുചേരാം. Health Care Foundation, Post Office Unnikulam, Poonur 673574, Kozhikode District, Kerala, India. Telephone 00919946661089 9946661081. Website www.healthcarefoundation.in.
Email mail@healthcarefoundation.in. Bank details: State Bank of India, Punur branch, account number 312525714009. IFSC code: SBI number 00086662.